ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലേസൺ നമ്മൾ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. A1 ലേസൺ. ഓക്കെ, അപ്പോൾ A1 ലേസൺ എന്ന് പറയുന്നത് 3 ടൈലുകളാണുള്ളത്. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ്. അതിൽ 3 ടൈലുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈൽ 1 ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ടൈൽ 1 എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 1 2 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൊടുത്ത് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ പറയാം. എന്താണ്, ഒരു ലെറ്റർ എഴുതുവാണ് ഫ്രണ്ട്സിന്. ഓക്കെ, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്. അപ്പോൾ ഫിർമൻ ഹാബിൻ ഗബൂട്ട്സ്റ്റാഗ് ബർത്ത്ഡേ ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നമ്മുടെ ഫിർമ എന്ന് പറഞ്ഞാൽ കമ്പനി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ലേസൺ എഴുതുമ്പോഴോ എപ്പോഴും ബുക്കിൻ്റെ ബാക്ക് സൈഡിലോ നോട്ട്ബുക്ക് എവിടെയെങ്കിലും ഈ വേർഡ്സ് അറിയത്തില്ലാത്ത വേർഡ്സ് എഴുതിയെടുക്കാൻ വേണ്ടി വെക്കുക. അത് എഴുതുക. ലിയോയിൽ സെർച്ച് ചെയ്യുക. ലിയോയിൽ സെർച്ച് ചെയ്ത് മീനിങ് മനസ്സിലാക്കുക. അത് വെച്ച് നിങ്ങൾ ഈ പാരഗ്രാഫ് മനസ്സിലാക്കാൻ നോക്കും. ഓക്കെ, ഒരു 2-3 തവണയൊക്കെ ലേസൺ നമ്മളിതുപോലെ ചെക്ക് ചെയ്ത് എഴുതുക. അത് കഴിയുമ്പോൾ തൊട്ട് നമ്മളത് ചെക്ക് ചെയ്യാണ്ടും നമ്മൾ എഴുതാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ദേശൽ മ്യോസ്റ്റേഴ്സി ഗർനെ സുൻസിർ ഗബൂട്ട്സ്റ്റാഗ് ഫയർ einladen എന്ന് വെച്ചാൽ therefore ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ദി ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ das Fest mit Tanzsystem Donnerstag, dem 5. Mai ab 19 Uhr im Gasthof Sörlinde. അപ്പോൾ ദ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ദ പാർട്ടി എന്നൊക്കെയുള്ള മീനിങ്. ഈ പാർട്ടി എന്ന് പറയില്ല, ദ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം. ഓക്കെ, വിത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. വെനസ്ഡേ ആണ്. അതുപോലെ ഡോണസ്റ്റാഗ് എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ ആണ്. 15th May ആണ്. ഏതാണ് 19 Uhr സ്റ്റാർട്ട്, അതായത് 7 o'clock സ്റ്റാർട്ട് ചെയ്യും നൈറ്റ്. അതുപോലെ ഗാസ്റ്റോഫ് എന്ന് പറയുന്നത് റിസോർട്ട് പോലത്തെ ഒരു ഇതാട്ടോ. അപ്പോൾ സുവർലിൻഡെ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിർമൻ ബസ് എന്ന് പറഞ്ഞാൽ കമ്പനി ബസ്. ഹോൾട്ട് സി 17 Uhr 30 vor dem Eingang unseres Kaufhauses ab. അത്രയും എടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അബ് ഹോളിൻ എന്നതാണ്. ഹോൾട്ട് അബ് എന്ന് മുറിച്ച് എഴുതിയേക്കുന്നത് കേട്ടോ. അബ് ലാസ്റ്റ് ട്രംബാരനാണ്. അപ്പോൾ നിങ്ങളെ 5:30 for them Eingang എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ എൻട്രൻസ് ഓഫ് എവിടെ കൗഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഹൗസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ എൻട്രൻസിൽ വെച്ച് നിങ്ങളെ പിക്കപ്പ് ചെയ്യും. und bringt sie auch wieder nach Hause. അത് കഴിഞ്ഞ് നിങ്ങളെ തിരിച്ച് വീട്ടിലേക്കും കൊണ്ടുപോയി വിടുന്നതായിരിക്കും. അപ്പോൾ ich freue mich auf ihr kommen, I am looking forward for your coming എന്നൊക്കെ പറഞ്ഞ് പിന്നെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദി ഫയർ ഈസ് ഇൻ കൗഫ് ഹൗസ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണോ ദ പാർട്ടി? അല്ല, അപ്പോൾ ഫാൾഷ്. ദി ഫയർ ഈസ് ഇൻ വോഹനൻ്റെ ആണോ? വോഹനൻ്റെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്, ഏതാ സാറ്റർഡേ സൺഡേ അല്ല, ഇത് തേഴ്സ്ഡേ ആണ്. സോ അതും ഫാൾഷ്. മാൻ മുസ് മിത് ദേം ഔട്ടോ സും ഫെസ്റ്റ് ഫാരൻ. വേണോ? വേണ്ട, കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫിർമൻ ബുസ് ഉണ്ടെന്ന്. അപ്പോൾ അതും ഫാൾഷ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് മാർക്ക് ചെയ്യുക ഇത് വായിച്ചിട്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഇത് വായിക്കാം. പോസ് ചെയ്ത് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ടൈൽ 1 അങ്ങനെ കഴിഞ്ഞു. ടൈൽ 2 ഇത് ബൈഷ്പീലാണ്. അവിടെ എഴുതിയേക്കുന്നുണ്ടോ ബൈഷ്പീൽ മീനിങ് എക്സാമ്പിൾ എന്നുള്ള മീനിങ് ആണ് ബൈഷ്പീൽ. അപ്പോൾ Sie ziehen in ein neues Büro, Sie brauchen einen LKW und einen Mitarbeiter. അപ്പോൾ നിങ്ങളുടെ ബ്യൂറോ, നിങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ടു മൂവ് എന്നുള്ളതാണ്. നിങ്ങളെന്താ പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയ ഓഫീസിലേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പോൾ എന്താ ഒരു കുഞ്ഞൊരു ട്രക്ക് പോലത്തെ ഒരു വണ്ടി വേണം. അതുപോലെ ഒരു മിറ്റാർബൈറ്റ്, ഒരു ആളെയും കൂടെ ആവശ്യമുണ്ട് ചിലപ്പം മൂവ് ചെയ്യാൻ. അങ്ങനെ ആൾക്കാരായിരിക്കും. അപ്പോൾ 2 അഡ്വർടൈസ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ വിളിക്കുന്നതാണ്. ഇത് ബൈഷ്പിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് എന്നാലും ഇത് വായിച്ചു നോക്കാം. അപ്പോൾ 25 Jahre umzüge, 25 വർഷമായിട്ട് അവർ മൂവ് ചെയ്യുന്നതാണ്. മൂവേഴ്സ് ആൻഡ് പാക്കേജ് പോലെ. അപ്പോൾ jetzt zum Jubiläumspreis, ഇതിപ്പോൾ എന്തോ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്തോ കുറച്ച് കുറവുണ്ട്, അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗ്രോസ് മ്യോബിൾ വാഗൻ, വലിയ വെഹിക്കിൾസ് ഉണ്ടായിരിക്കും. മൂവിങ് ഫർണിച്ചർ വെഹിക്കിൾസ് ഉണ്ട്. മ്യോബിൾ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ, വാഗൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സെക്സുൻ റൈസേഷ് അതിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും. പിന്നെ ഫാഹ് പേഴ്സണൽ, അതായത് ഒരു അസിസ്റ്റൻ്റ് എന്ന് പറയാം. ഫാഹ് പേഴ്സണൽ ഒരാളെയും കൂടെ കിട്ടും. അതുപോലെ പെർ അവറിന് 7 ഉണ്ട് 30 Euro 50 Cent ആയിരിക്കും ആർക്ക് കൊടുക്കേണ്ടത്. പിന്നെ einfach anrufen, ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി എന്നല്ല. പിന്നെ അടുത്തത് ഡീൻസ്റ്റ് ലൈറ്റിംഗിൻ aller Art. ഡീൻസ്റ്റ് എന്ന് പറഞ്ഞാൽ സർവീസ്, ലൈസ്റ്റിംഗിൻ aller Art. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സർവീസസും നൽകപ്പെടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ട്രെപ്പൻ ഹൗസ് റൈനിഗുങ്
എന്ന് വെച്ചാൽ സ്റ്റെപ്സ്, വീട്ടിലേക്ക് സ്റ്റെപ്സ് ക്ലീനിങ്, ക്ലൈൻ ട്രാൻസ്പോർട്ടുകൾ കേട്ടോ, കുഞ്ഞു കുഞ്ഞു ട്രാൻസ്പോർട്ടുകൾ, ഗാർഡൻ ആർബൈറ്റ്, അതായത് ഗാർഡനിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം വേണമെങ്കിൽ സിയറൈഷൻ ഉൻസെൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് ഓഫീസ് മൂവ് ചെയ്യണം, അതുപോലെ അപ്പോൾ ട്രക്കും വേണം, അതുപോലെ കൂടുതൽ ഒരാളെയും വേണമല്ലോ. അപ്പോൾ നമ്മൾ ടെലിഫോൺ മീനിങ് ലൈക്ക് ഫസ്റ്റ് വൺ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഓക്കെ 6th വൺ നമ്മൾ ആദ്യം 5 ക്വസ്റ്റ്യൻസ് ടൈൽ 1 ടൈൽ 2 ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, മറ്റേ എക്സാമ്പിൾ ആയിരുന്നു. അതേപോലെ ക്വസ്റ്റ്യൻ വായിക്കുക, 2 അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, 7th വൺ അതുപോലെ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ച് അതിൻ്റെ ആൻസർ ഏതാണ് കറക്റ്റ് എന്ന് നോക്കി മാർക്ക് ചെയ്യുക. ഓക്കെ, 8th വണ്ണും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, രണ്ടും വായിച്ച് നോക്കുക. ഓക്കെ, മനസ്സിലാകുന്നില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ ലിയോയിൽ സെർച്ച് ചെയ്യുക. 9th one same question, 10th one same. ഓക്കെ, അങ്ങനെ ടൈൽ 1ഉം ടൈൽ 2ഉം കഴിഞ്ഞു. ഇവിടെ ഇനിയുള്ള ടൈൽ 3. ടൈൽ 3 എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു എക്സാമ്പിൾ ആട്ടോ, സാമ്പിൾ കൊടുത്തേക്കുന്നത് ബൈഷ്പീൽ. ഒരു ബോർഡ്, നെയിം ബോർഡ് പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എവിടെയെങ്കിലും വെച്ചേക്കുന്ന ഒരു പോസ്റ്ററിൻ്റെ ഒരു പിക്ചർ കാണും, അതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യന് ഈ പിക്ചർ വായിച്ചിട്ട് അതിൽ നിന്ന് കറക്റ്റായിട്ടാണോ ക്വസ്റ്റ്യനുള്ളതെന്ന്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. പ്രാക്സിസ് ഡോക്ടർ ക്ലൂഗെ, അതായത് ക്ലിനിക്ക്, ഡോക്ടർ ക്ലൂഗയുടെ ക്ലിനിക്കാണ്. അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ തൂക്കിയിട്ടേക്കുന്നതാണ്. ഫോം സെയിൻ ബെസ് ഫിയർ und 2009 ist unsere Praxis nicht besetzt. Wir machen Urlaub, wenden Sie sich in dringenden Fällen an Frau Dr. Drück. അതായത് 10th തീയതി തൊട്ട് 24th തീയതി വരെ നമ്മുടെ ക്ലിനിക്ക് വർക്കിംഗ് ആയിരിക്കില്ല, അവരെന്താ ഒരു വെക്കേഷന് പോവാണ്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ഫ്രൗ ഡോക്ടർ ഡ്രുക്ക്, ഇത് ഡോക്ടർ ഡ്രുക്കിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു. ഒക്ടോബർ മാർക്ക്ഡ് ഹെർ ഡോക്ടർ ക്ലൂഗെ ഉർലൗബ്. ഒക്ടോബറിലാണോ? അല്ല അല്ലേ, സെപ്റ്റംബറിലാണ് ഇവിടെ നമ്മൾ ഉർലൗബിന് പോകുന്നത്. അപ്പോൾ അത് ഫാൾഷാണ്. ഓക്കെ, അതുപോലെ ഇതും ഒരു ഹാലൻ ബാറ്റ്സ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടിലുള്ള എൻട്രൻസിലുള്ള ഒരു പോസ്റ്ററാണ്. ഇത് വായിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ട്രൂ ഓർ ഫോൾസ് ആണെന്ന് നോക്കുക. ഫോർമിറ്റാഗ് നല്ല ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ഫോർമിറ്റാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഫോർ നൂൺ കേട്ടോ ടൈമേ. ഇതും അതുപോലെ തന്നെ ഫ്ലുഗ് ഹാഫ് റെയിൽ എയർപോർട്ടിൽ കൊടുത്തേക്കുന്ന ഒരു നെയിം ബോർഡാണ്. നെയിം ബോർഡല്ല, ലൈക്ക് ഒരു പോസ്റ്ററാണ്. വായിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ട്രൂ ഓർ ഫോൾസ് ആണെന്ന് മാർക്ക് ചെയ്യുക. സെയിം ഗോസ് ഫോർ 13. ഇതും അതുപോലെ തന്നെയാണ്. ഹോൾഷുലെ സെയിം ഇത് തന്നെ വായിക്കുക, നോക്കുക. 14th വൺ ഇസ് ഓൾസോ സെയിം, ഹൗസ് ഐൻഗാങ്, അതായത് വീടിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 15th വൺ ഐൻഗാങ് ദാർ പോസ്റ്റ്, അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതും വായിച്ച് നോക്കുക, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ലെസണിനുള്ളത്. ടൈൽ 1, ടൈൽ 2, ടൈൽ 3. ഓക്കെ, 3 ടൈൽസ് ആണുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യുക. ഓക്കെ, ചൂസ്.